എവരിവൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അപ്പം ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ 5th CBSE നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ്. അതായത് നമ്മുടെ ഡയറക്ഷൻ എങ്ങനെയാണ് നമ്മൾ ലേബൽ ചെയ്യേണ്ടത്, ഡയറക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരും, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മുഴുവനായിട്ട് കാണുക, പിന്നെ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ നമുക്കറിയാം എത്ര ഡയറക്ഷൻ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, അതുപോലെ സൗത്ത്. എങ്ങനെയാണ് നമ്മളിത് വളരെ എളുപ്പത്തിൽ തെറ്റാതെ നമ്മൾ ലേബൽ ചെയ്യുന്നത്? അതിനൊരു ചെറിയ ട്രിക്ക് ഉണ്ട്. അതായത് നിങ്ങളിപ്പം നോർമലി ഇങ്ങനെ വരയ്ക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഡയറക്ഷനും നമുക്ക് അടയാളപ്പെടുത്തണം. എങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താം? അതിന് വേണമെങ്കിൽ നിങ്ങൾ ന്യൂസ് എന്ന ഒരു കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ന്യൂസ് എന്ന കോഡ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഇത് ലേബൽ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ എൻ എഴുതി. എൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോർത്ത് ആണ്. പിന്നെ ഇ എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് ആണ്. പിന്നെ ഡബ്ല്യു, അതായത് ന്യൂസ് എന്ന് എഴുതുന്നതിന്റെ ഡബ്ല്യു, ആ ഡബ്ല്യു നമ്മൾ ഇവിടെ എഴുതണം, ഈ ഒരു സ്ഥലത്ത് എഴുതണം. ഇത് നമ്മുടെ വെസ്റ്റ് ആണ്, ദെൻ ഇത് നമ്മുടെ സൗത്ത് ആണ്. അപ്പൊ ന്യൂസ് എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡയറക്ഷൻ തെറ്റാതെ നിങ്ങൾ എഴുതാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്ഷൻ ഏതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ ഡയറക്ഷൻ ലേബൽ ചെയ്യാൻ. ഇനി വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ ടിപ്സോ അല്ലെങ്കിൽ ട്രിക്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പ്രയോഗിക്കാവുന്നതാണ്. ഇതൊരു വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ന്യൂസ് എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ എഴുതുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ ന്യൂസ് എന്ന് എഴുതുന്നത് ഇങ്ങനെ എൻ ഇ ഡബ്ല്യു ഇവിടെ എഴുതിയാൽ തെറ്റിപ്പോവും. ഡബ്ല്യു എന്ന് പറയുന്നത് എപ്പോഴും ഈ പറയുന്ന ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതണം. ഓക്കെ, ഇനി നമുക്കറിയാം ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് ഇവിടെയാണ്, ഈസ്റ്റിന്റെ ഈ ഒരു പോർഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പറയും അത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. ഇവിടെയാണെങ്കിൽ നോർത്ത് ആണ്, ഇവിടെയാണെങ്കിൽ വെസ്റ്റ് ആണ്, ഇവിടെയാണെങ്കിൽ സൗത്ത് ആണെന്ന് പറയും. പക്ഷെ സെയിം ടൈം ഇത് ഈ നോർത്തിന്റെയും ഈ ഒരു ഈസ്റ്റിന്റെയും ഇടയിലാണ് പ്ലേസ് ചെയ്തതെങ്കിൽ അവരുടെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെ പറയും? അല്ലെങ്കിൽ നോർത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിലാണ് പ്ലേസ് ചെയ്തെങ്കിൽ അവരുടെ ഡയറക്ഷൻ എങ്ങനെ പറയും? അതേപോലെ തന്നെ ഇതാ ഈ ഒരു പോർഷനിലും ഈ ഒരു പോർഷനിലും പ്ലേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ വരുന്ന ഡയറക്ഷൻ എങ്ങനെയാണ് ലേബൽ ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്യണം. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇത് നോർത്താണ്, ഇത് നോർത്താണ്, ഇത് ഈസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവർക്കിടയിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? നോർത്ത് ഈസ്റ്റ് എന്ന് നമ്മൾ പറയും. ഇനി സെയിം ടൈം ഈ നോർത്തിനും വെസ്റ്റിനും ഇടയിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? നോർത്ത് വെസ്റ്റ് എന്ന് പറയണം കേട്ടോ, നോർത്ത് വെസ്റ്റ് എന്ന് പറയണം. സെയിം ടൈം ഈസ്റ്റിനും സൗത്തിനും ഇടയിലാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം? സൗത്ത് ഈസ്റ്റ് എന്ന് പറയണം. ഓക്കെ, അതുപോലെ തന്നെ സൗത്തിനും വെസ്റ്റിനും ഇടയിലാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം? സൗത്ത് വെസ്റ്റ് എന്ന് പറയണം. ഓക്കെ, ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഡയറക്ഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്നും ആ രണ്ട് ഡയറക്ഷനുകളുടെ ഇടയിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നും നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് ഒരു ടവർ കാണാനായിട്ട് പറ്റും. അപ്പൊ ആ ടവറുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ടവറിന് ചുറ്റും കുറേ ആനിമൽസിനെ പ്ലേസ് ചെയ്തതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ. നമ്മുടെ എലിഫന്റ് ഉണ്ട്, ക്യാമൽ ഉണ്ട്, ക്രൊക്കഡൈൽ ഉണ്ട്, അതുപോലെ തന്നെ സ്നേക്ക്, ഹോഴ്സും, സീബ്ര, അങ്ങനെ കുറെ ആനിമൽസിനെ കാണാൻ പറ്റും. ഇനി ചോദ്യം വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ ടവറിന്റെ ഏത് ഡയറക്ഷനിലാണ് ക്യാമൽ ഉള്ളത്, ഈ ടവറിന്റെ ഏത് ഡയറക്ഷനിലാണ് സീബ്ര ഉള്ളത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം എഴുതണമെങ്കിലാണ് നമുക്ക് നേരത്തെ പഠിച്ച ഡയറക്ഷൻ നമുക്ക് മസ്റ്റ് ആയിട്ട് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ചുമ്മാ ചോദിക്കുവാണ്, ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദി ടവർ ഈസ് എലിഫന്റ്, അതായത് ടവറിന്റെ ഏത് ഡയറക്ഷനിലാണ് എലിഫന്റ് ഉള്ളത് എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? യെസ്, ടവർ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ ടവർ. അപ്പൊ ടവറിന്റെ ഏത് ഡയറക്ഷനിലാണ് എലിഫന്റ് ഉള്ളത്? യെസ്, ഈസ്റ്റ് ഡയറക്ഷനിലാണ് എലിഫന്റ് ഉള്ളത്. ഇവിടെ നമ്മുടെ ഡയറക്ഷൻ തന്നതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എഴുതിയാൽ മതി. ഇൻ കേസ് തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ നമ്മൾ വരയ്ക്കാനായിട്ട് പഠിക്കണം. ന്യൂസ് എന്ന് എഴുതാ, എന്നിട്ട് ഓരോന്നിന്റെയും ഇടയിൽ വരുന്ന ഡയറക്ഷനും നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. എങ്കിൽ മാത്രമേ എഴുതാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ടവറിന്റെ ഏത് ഭാഗത്താണ് നമ്മുടെ സ്നേക്ക് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഏത് ഭാഗത്താണ്? സൗത്ത് വെസ്റ്റ് പോർഷനിലാണ്. ഏത് ഭാഗത്താണ് നമ്മുടെ ലയൺ, സിംഹം ഉള്ളതെന്ന് ചോദിച്ചാൽ ഏത് ഭാഗത്താണ്? നോർത്ത് ഭാഗത്താണ്. ഇനി ഏത് ഭാഗത്താണ് ക്രൊക്കഡൈൽ ഉള്ളതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? യെസ്, നമ്മുടെ സൗത്ത് ഭാഗത്താണ്. ഇനി നമ്മുടെ ക്യാമൽ ഉള്ളത് ഏത് ഭാഗത്താണ്? ദ സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യാനായിട്ട്
നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഡയറക്ഷനെ പറ്റി ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇത് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ തന്നെ ഒരു പേപ്പറിൽ ഒന്ന് കോപ്പി ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയ ചെറിയ സെക്ഷൻസ് ഒക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതിൻ്റെ കൂടെ തന്നെ 6ാം ക്ലാസ് മുതൽ നിങ്ങളുടെ ചേട്ടന്മാരെ നിങ്ങൾക്ക് അല്ലെങ്കിൽ 6ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവർക്കായിട്ട് ഈ കോമ്പറ്റേറ്റീവ് എക്സാം ബേസ്ഡ് ആയിട്ട് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ വലുതായി കഴിഞ്ഞിട്ട് പല പല കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ അങ്ങനെ മറ്റു പല ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ കോമ്പറ്റേറ്റീവ് എക്സാം സിലബസ് ബേസ്ഡ് ആയിട്ട് ഒരു ഫൗണ്ടേഷൻ ക്ലാസ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ച്. അപ്പോൾ ഫാൽക്കൺ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ നിങ്ങളുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോൺ നമ്പർ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താലും മതി, എന്നിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈലത്തിൽ നമ്മുടെ സ്വന്തം ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം മിസ് ഇതാ ഇന്നത്തെ ഈ ഒരു ക്ലാസ്, ഈ ഒരു കുഞ്ഞി സെക്ഷൻ ഇതാ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.